സർ, ലോകത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മാധ്യമരംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചാനലാണ് BBC ന്യൂസ്. നമുക്കെല്ലാവർക്കും അറിയാം. ബ്രിട്ടനിൽ മാത്രമല്ല, ലോകത്ത് നമ്മൾ മലയാളികൾ പോലും കാണാറുണ്ട് BBC ന്യൂസ്. പക്ഷേ BBC ന്യൂസ് ഇപ്പോൾ സംപ്രേഷണം നിർത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത് സംപ്രേഷണം അവസാനിപ്പിച്ച് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ ചിലത് നിർത്തേണ്ടി വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ വരുന്നുണ്ട്. ലോകോത്തരമായതുകൊണ്ടൊന്നും നിൽക്കാതെ വന്നിട്ടില്ല ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. നോക്കൂ, നമ്മൾ എല്ലാ ഉദാഹരണങ്ങളിലേക്കും പോകാനുള്ള സമയം നമ്മൾക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് പറയാം, ചില മൂർത്ത രൂപങ്ങൾ മാത്രം പറയാം. നമ്മളിപ്പോൾ പറയാറുണ്ടായിരുന്നു, നാടകം അനശ്വരമായിട്ടുള്ള കലയാണ്, അതൊരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല സംഭവിച്ചത്. നാടകം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും അതിൻ്റെ വ്യൂവർഷിപ്പ് റേറ്റിംഗ് വളരെ കുറഞ്ഞ് പല നാടക കമ്പനികളും പൂട്ടുകയുണ്ടായി. കാരണം വർഷത്തിൽ എല്ലാ ദിവസവും ഷേക്സ്പിയർ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ലണ്ടൻ, അതുപോലെ ബ്രോഡ്വേ തിയേറ്റർ, ഇവിടങ്ങളിലെല്ലാം ഈ നാടകങ്ങൾ നിലയ്ക്കുകയും ആളുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിലച്ചത്? സിനിമ എന്ന് പറയുന്ന പുതിയൊരു ബഹുജന മാധ്യമം നിലവിൽ വന്നതോടുകൂടി അതിൻ്റെ ആകർഷണീയത ഇല്ലാതാവുകയും സിനിമയിലേക്ക് ഇടിച്ചു കയറുകയും സിനിമ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇന്നും അതേപോലെ നിലനിൽക്കുന്ന ഒരു മാധ്യമമായി തുടരുകയും ചെയ്തു. പക്ഷേ എപ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. TV വന്നതോടുകൂടി വീടുകളിൽ അവരുടെ സ്വകാര്യതയ്ക്കുള്ളിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വീകരണ മുറികളിലിരുന്നു കൊണ്ട് കാണിക്കാവുന്ന ഒന്ന് അങ്ങോട്ട് വന്നു. അതിനെ ഈ വീഡിയോകളെയെല്ലാം പകരം വെച്ച് കഴിഞ്ഞപ്പോൾ, ആദേശം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ന് പറയും, അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാകും പ്രേക്ഷകരുടെ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസ ഗോപുരം ഇടിഞ്ഞ് തകരുകയാണ് ചെയ്തത്. കാരണം സിനിമ ഇപ്പോഴും TVയെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ TVക്ക് ശേഷം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കൾച്ചർ അത് ലോകമെമ്പാടും വന്നു കഴിഞ്ഞപ്പോൾ, ഗൂഗിൾ പോലെയുള്ള മാധ്യമങ്ങൾ സാർവത്രികമായപ്പോൾ, അത് ഈ പറയുന്ന കൺവേർജൻറ്റ് മീഡിയ എന്നൊന്നിലേക്ക് എല്ലാം കൂടി സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, എല്ലാം കൂടി ഉൾച്ചേർന്ന് കഴിഞ്ഞപ്പോൾ TVയുടെ കാലുകൾ ഇടറാൻ തുടങ്ങി. കേരളത്തിൽ അത് വലുതായിട്ട് സ്വാധീനിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷേ ലോകമെമ്പാടും സോഷ്യൽ മീഡിയ കണ്ടൻറ്റിന് വമ്പിച്ച സ്വീകാര്യത ലഭിച്ചു. അത് എല്ലാ മാധ്യമങ്ങളും 600 മാധ്യമങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് അതിൽ കൂടെ കിട്ടുക എന്നൊക്കെ പറയുന്ന വലിയ ഒരു വിപ്ലവം ആ രംഗത്തുണ്ടായപ്പോൾ സോഷ്യൽ മീഡിയയായി ഇവരെല്ലാവരുടെയും ഹാൻഡ് ടൂൾസായിട്ട് മാറി. അതുപോലെ തന്നെ ആകാശവാണി എന്ന് പറയുന്ന ദൃശ്യമല്ലാത്ത മാധ്യമം ഏതാണ്ട് കാലഹരണപ്പെട്ടു. പക്ഷേ ചില പിന്നടത്തങ്ങൾ നടക്കുന്നുണ്ട്, തിരിച്ചു വരവുകൾ നടത്തുന്നുണ്ട്. റേഡിയോ എന്ന് പറയുന്ന ടെറസ്ട്രിയലായിരുന്നപ്പോൾ അത് ദുരന്തത്തിലേക്ക് പോയി. പക്ഷേ അത് വീണ്ടും ഒരു FM എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരുടെ സന്തത സഹചാരിയായിട്ട് FM മാറി. വീണ്ടും റേഡിയോയ്ക്ക് ഒരു ആവിഷ്കാരം ലഭിച്ചു. അതുപോലെ കേരളത്തിൽ, ഇന്ത്യയിലും ആകമാനം റേഡിയോ എന്ന് പറയുന്നതിനെ പണ്ട് ക്രിക്കറ്റ് കമൻട്രി കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ട്രാൻസിസ്റ്ററുകൾ വാങ്ങിച്ചുകൊണ്ട് നടന്നിരുന്ന ആൾക്കാർ, അതെല്ലാം പാടിയ ഒരു സംസ്കാരം തന്നെ, ആ ഒരു കൾട്ട് തന്നെ ഇല്ലാതായി കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കൂ, FM റേഡിയോകൾ വന്നതോടുകൂടിയും ധാരാളമായിട്ട് ആളുകൾ ശ്രവിക്കുന്നുണ്ട്, ചെവിയിൽ വെച്ച് തന്നെ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഔദ്യോഗിക ഇലക്ട്രോണിക് മാധ്യമമായിട്ടുള്ള ആകാശവാണി, അതിൽ ഈ മൻ കി ബാത്ത് എന്നുള്ള പരമ്പര അദ്ദേഹം നടത്തുന്നു. നരേന്ദ്രമോദി ആവിഷ്കരിച്ചതോടുകൂടി അത് റിവൈവ് ചെയ്തു. അങ്ങനെ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ നടത്തിക്കൊണ്ട് മുന്നേറുകയാണ് ചെയ്തത്. BBCയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചൊക്കെ അപ്രതീക്ഷിതവുമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഇങ്ങനെ സംഭവിക്കാമെങ്കിലും, പക്ഷേ ഇതൊരു പുതിയ വിപ്ലവത്തിലേക്കുള്ള, മാധ്യമരംഗത്തിൻ്റെ ഒരു പുതിയ വിപ്ലവത്തിലേക്കുള്ള ഒരു തുടക്കമല്ലേ? കാരണം BBC ഓൺലൈൻ രംഗത്തേക്കാണ് ചുവടുവയ്ക്കുന്നത്. കാരണം സാറ്റലൈറ്റ്, അതായത് TV ചാനലുകളിൽ ഇനി സംപ്രേഷണം ഉണ്ടാകില്ല. 2030 ഈ സംപ്രേഷണം നിർത്തും എന്നുള്ളതാണ് പറയുന്നത്. പകരം ഓൺലൈൻ ചാനലിലേക്ക് ഒരു ചുവടുമാറ്റം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിശദാംശങ്ങൾ. നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാകും. നമ്മുടെ ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ, ഏറ്റവും അധികം ആരാധകരുള്ള ഒന്നായിരുന്നു ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അത് കാലുപതറിപ്പോയി. ബ്ലിറ്റ്സ് എന്ന് പറയുന്ന രാഷ്ട്രീയ വാരി, അതും ഇടറിപ്പോയി. ഇതെല്ലാം പ്രസിദ്ധങ്ങളായിരുന്നു, പക്ഷേ നിലനിൽക്കാൻ പറ്റില്ല. അതുപോലെയാണ് BBC. 1922 സ്ഥാപിതമായി. ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് അതിൻ്റെ വാർഷികം ആഘോഷിച്ചു. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യക്കെതിരെ നല്ലൊരു ഭാരം വെച്ചത്. ഗുജറാത്തിലെ വർഗീയ കലാപം
കോടതി വിധി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനെ വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ കുഴിയിൽ നിന്ന് ചികഞ്ഞെടുത്തുകൊണ്ട് ദുർഗന്ധം ലോകമെമ്പാടും വ്യാപിപ്പിച്ച ഒന്നാണ് BBC. നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് വിഷമമുണ്ട് ഇത്രയും വലിയൊരു ഭീമ മാധ്യമം ഇല്ലാതായി തീരുമ്പോൾ. ഏകദേശം 21,000 ആൾക്കാരാണ്, സ്റ്റാഫുകളാണ് അവർക്കുള്ളത് കണ്ടിരിക്കുന്നത്. അതെ, 21,000 സ്റ്റാഫിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥ. മാത്രമല്ല ഈ BBC പറ്റി പറയുമ്പോൾ ഞാൻ ഇതിപ്പോൾ നോക്കിയപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റിയത്. 1922 BBC സ്ഥാപിതമായത്. 27 പുതുവത്സര ദിനത്തിലാണ് ഇത് BBC എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈ BBCയിൽ ഏകദേശം 21,000 ആൾക്കാരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഒരു ബ്രിട്ടീഷുകാരുടെ നമുക്കറിയാം അവരുടെ ഒരു ജീവിതശൈലിയെ സംസ്കാരത്തെയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചാനൽ എന്നുള്ള രീതിയിൽ നമുക്കറിയാം. നമ്മുടെ പഴയ പത്രങ്ങൾ മലയാള മനോരമ അല്ലെങ്കിൽ കേരള കൗമുദി അതേപോലെ അവരുടെ സംസ്കാരത്തെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുകയും അവരുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു BBC എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളുണ്ട് BBCയെ പറ്റിയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇത്രയും വർഷത്തെ ഒരു പക്ഷേ ആദ്യ കാലഘട്ടങ്ങൾ മുതൽ ഉള്ള ഒരു പരിചയം അല്ലെങ്കിൽ ഇവരുടെ പത്രം വീക്കിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഓൺലൈൻ മീഡിയയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഇപ്പോഴും BBC എന്ന് പറയുന്നത് വലിയ ലോകത്തിലെ ഏറ്റവും വൻകിട വമ്പൻ മാധ്യമങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതിനെ താഴ്ചവെക്കാൻ എനിക്ക് ഒരു പക്ഷേ വേറൊരാൾക്കും പറ്റിയിട്ടില്ല. BBC ന്യൂസ് തന്നെയാണ്. അപ്പോൾ അവർ ഈ ഒരു ഓൺലൈൻ മീഡിയയിലേക്കുള്ള ഒരു ചൂടുമാറ്റം ഒരു പക്ഷേ മറ്റുള്ള മാധ്യമങ്ങളും ഇതിലേക്ക് മാറാൻ സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ TV ഇപ്പം നമുക്കറിയാം നമ്മളെല്ലാം വളരെ ഫാസ്റ്റായിട്ടുള്ള ലൈഫാണ് എല്ലാവരുടെയും. ഇപ്പം പണ്ടൊക്കെ ഇപ്പം മലയാളികൾ തന്നെയാണെങ്കിൽ സ്ത്രീകൾ വീട്ടിൽ ഇരിക്കുക, പുരുഷന്മാർ ജോലി ചെയ്യുക. ഇപ്പോൾ ആ കൺസെപ്റ്റൊക്കെ മാറിയിട്ട് രണ്ടുപേരും ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ലൈഫാണ്. ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണുകളാണ്, യൂട്യൂബ് നോക്കുകയാണ്. അപ്പം പത്രങ്ങളുടെ കാലം മാറി, വായനയുടെ കാലം മാറി, TVയുടെ കാലം മാറി. ഇപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് കണ്ടന്റുകൾ ഷോർട്ടായിട്ട് എന്ത് കാണണം എന്നുള്ള ചിന്താഗതി മനുഷ്യൻ്റെ മാറുന്നതിനനുസരിച്ച്, അതായത് മനുഷ്യൻ മാറുന്നതിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിൻ്റെ ചുവടുവെപ്പ് തന്നെയല്ലേ ഇപ്പോൾ BBC നടത്തിയത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഫാസ്റ്റായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ലൈഫ്, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫുഡുകളുമാണല്ലോ കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാധ്യമവും ഇൻസ്റ്റൻറ്റ്. ആ കോൺവെർജൻറ്റ് മീഡിയ എന്ന് പറയുന്നതിനകത്ത് ഇത് കിട്ടും. സമയം പോലിട്ട് കണ്ടാൽ മതി, തത്സമയം TV കാണേണ്ട ആവശ്യവും ഇല്ലാതെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സൗകര്യം കൂടി ലഭിക്കുന്നത് കൊണ്ട് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളത് കാലത്തിന് ഇണങ്ങുന്ന ഒന്നാണ്. ഇനി ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറയും, ഈ ചരിത്രം മുഴുവൻ നമുക്ക് അവലോകനം ചെയ്യാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഈ വെസ്റ്റേൺ ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാർ, ഈ വെസ്റ്റേൺ ലിബറൽസ് ഈ തീവ്രവാദത്തെയൊക്കെ അത്ര എതിർക്കാത്ത ഒരു സമീപനം കൂടി സ്വീകരിച്ചിരുന്നു. അവിടെയൊക്കെ നടക്കുന്നത്, പാലസ്റ്റീനിലൊക്കെ നടക്കുന്നത് ലിബറേഷന് വേണ്ടിയുള്ള പോരാട്ടമാണെന്നുള്ള തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ല, കാരണം അതിന് അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദി ആക്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ദാൻ മേക്കിംഗ് കമൻറ്റ്സ് ഓൺ ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസിദ്ധമായ ഒരു കമൻറ്റാണ്, ക്ലിപ്പാണത്. അതായത് നിങ്ങൾക്കിങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരുന്നാൽ മതി, എഡിറ്റോറിയൽ എഴുതിക്കൊണ്ടിരുന്നാൽ മതി, എഡിറ്റോറിയൽ പറഞ്ഞ് ടേക്ക് എടുത്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഈ ഒരു രാഷ്ട്രത്തെ ഭരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ഭാരിച്ച ഒരു പണിയാണ്. നിങ്ങൾ ഈസി ചെയർ നടത്തുന്ന ജേർണലിസ്റ്റാണ് ഇപ്പോൾ പലരും നടത്തുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഇത് അവിടെ വിപ്ലവമാണ്, ലിബറേഷനാണ് എന്നൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആ അക്രമങ്ങളെ, ആളുകളെ കൊല്ലുന്നതിനെ, ആ മനുഷ്യ അവകാശങ്ങളുടെ നിഷേധത്തെ ഒന്നും കാണുന്നില്ല ഈ വെസ്റ്റേൺ ലിബറൽസ്. അങ്ങനെ അമേരിക്കയിലും ഒക്കെ അങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സ് ധാരാളമായിട്ട് കൊണ്ടുവന്നിരുന്നു. ഇതിലൊരു മത്സരം കൂടി നടന്നു. അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമം BBC-ക്ക് ബദലായിട്ട് ദോഹയിൽ നിന്ന് വന്നപ്പോൾ ഇവർ തമ്മിലൊരു വ്യത്യാസമാണ്, അഭിപ്രായത്തിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരാശയ പോരാട്ടം. ആ പോരാട്ടം വന്നപ്പോൾ BBC-ക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഈ അറേബ്യൻ രാഷ്ട്രങ്ങളിലേക്ക്, മധ്യ പൗരസ്ത്യ രാഷ്ട്രങ്ങളിലേക്ക്, വെസ്റ്റ് ഏഷ്യയിലേക്കൊക്കെ അവർ കാണുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. അൽ ജസീറ കൈയടക്കി ബദൽ വന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ അൽ ജസീറയിലുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലാണിപ്പോൾ BBC. എനിക്ക് തോന്നുന്ന BBC-ക്കാർക്ക് മിക്കവാറും അൽ ജസീറിലോ അല്ലെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യത. പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ സാമ്പത്തിക മാന്ദ്യം വല്ലതുമായിരിക്കും, അതോ വ്യൂവർഷിപ്പ് റേറ്റിംഗ് കുറയുന്നത് അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന വേവ്സ് പോലൊരു നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മാധ്യമത്തിലേക്ക് പരിണമിക്കാം. ഇപ്പം മുംബൈയിൽ നടന്നല്ലോ വേവ്സും പറഞ്ഞ് എന്ന് പറയുന്നത് പോലെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ നേരിടാം എന്നൊക്കെയായിരുന്നു ഇവരുടെ ബോർഡ് മീറ്റിംഗ് തീരുമാനിച്ചത്. പക്ഷേ അതൊന്നും വിജയിക്കാൻ സ്വയം ഒരു ആത്മഹത്യ പോലെ ഓൺലൈനിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. BBC-യാണ് ശരിയായ ഇംഗ്ലീഷ് ഉച്ചാരണം നമ്മളെ പഠിപ്പിച്ചത്. എങ്ങനെ അവതരിപ്പിക്കണമെന്നും അവതരണത്തിൻ്റെ പ്രൊഫഷണലിസവും സെറ്റിൻ്റെ ഡിസൈനിൻ്റെ പ്രൊഫഷണലിസവും എല്ലാം നമ്മളെ പഠിപ്പിച്ചത് BBC-യാണ്. നമ്മുടെ
മാധ്യമ മുത്തശ്ശി തന്നെയാണ് BBC, സംശയമില്ല. പോകുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് അവരവലംബിച്ച ഭീകരവാദി അനുകൂലമായിട്ടുള്ള നിലപാട് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതിനെ എതിർക്കാൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ശശി തരൂരും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ അൽ ജസീറയും ഇതും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇനി ലോകത്തുണ്ടാവുന്നത് എന്താണെന്നൊരു ആശങ്കയുടെ മേഘവും കൂടി ഈ മഹാകാശത്തിൽ പരക്കുന്നു. എനിക്കൊരു സംശയം കൂടെ. ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലേക്ക് ഇപ്പോൾ BBC കടക്കുമ്പോൾ മറ്റു പല മാധ്യമങ്ങളും ഇത്തരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ ഒരാളുടെ ഇപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ യൂട്യൂബാണ് പറയുന്നത്. സാറ്റലൈറ്റ് മീഡിയ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലെങ്കിലും ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിങ്ങിൽ എന്തൊക്കെ ചെയ്യാം, അവിടെ ഒരു ഫ്രീഡം ഉണ്ട്, കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. മാധ്യമ രംഗത്ത് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്, തുറന്നു കാണിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തന്നെയാണ്, നമ്മൾ ഡിജിറ്റൽ മീഡിയ വർക്ക് ചെയ്യുമ്പോൾ അറിയാം, ചില പോയിന്റുകൾ പോലും യൂട്യൂബ് പിടിച്ചിട്ട് റിമൂവ് ചെയ്യും, വീഡിയോസ് റിമൂവ് ചെയ്യും. അങ്ങനെ ഒരു ലിമിറ്റഡ് സെക്യൂരിറ്റിയിലായിരിക്കും ഈ ഒരു മാധ്യമ പ്രവർത്തനം വരുന്നതെങ്കിൽ നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മുടെ ലോകത്തിന് നൽകാൻ പറ്റുന്ന ചില സന്ദേശങ്ങൾ, ചില വാർത്തകൾ, അവിടെ ഒരു ലിമിറ്റേഷൻ ഒരാളുടെ കീഴിലോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നുണ്ടോ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് നമ്മുടെ സമയപരിമിതി കാരണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്. പണ്ട് ഒരു വാർത്ത കൊടുത്തപ്പോൾ അതിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞ അവതാരകയെ അവിടെ നിഷ്കരണം പറഞ്ഞു വിട്ട ചാനലാണ് ഈ BBC എന്നും. അതിൻ്റെ പ്രൊഫഷണലിസം അത്രമാത്രമുണ്ട്. കാരണം അവരോട് പറഞ്ഞതെന്താണ് അതിന് കാരണം പറഞ്ഞു, യു ആർ നോട്ട് ആൻ ആക്ടിവിസ്റ്റ്, യു ആർ ഓൺലി എ ജേർണലിസ്റ്റ്. അതുപോലെ പറയണം. നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ, സ്ത്രീകളും പുരുഷന്മാരും എല്ലാം എപ്പോഴും സദാ ഓർത്തിരിക്കേണ്ട ഒരു വലിയ പാഠമാണ്. ജേർണലിസത്തിൻ്റെ തന്നെ ഹരിശ്രീയാണ് ഇത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് നമുക്ക് ഉപസംഹരിക്കാം എന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.